അങ്ങനെ അമ്മയുടെ ഒപ്പം ഡാൻസും പാട്ടൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയിട്ടാ. പുത്തൻ ചെരുപ്പായിരുന്നു. അതുപോലെയുള്ള കളിക്കല കളിച്ചതേ. ഇതാണ് കേട്ടോ നമ്മുടെ രാശേട്ടൻ, നമ്മുടെ സുധിച്ചേട്ടന്റെ ചേട്ടനാട്ടാ. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ അമ്മേനെ പിള്ളേര് വിട്ടില്ല കേട്ടാ. ഇന്ന് അമ്മൂമ്മ ഞങ്ങളെ ബസ് കയറ്റി വിട്ടാ മതി എന്നും പറഞ്ഞ് ശാഠ്യം പിടിച്ചിരുന്നു ട്ടാ. അങ്ങനെ അമ്മ പിള്ളേരെ ബസ് കയറ്റി വിട്ട് തിരിച്ചെത്തിയിട്ടാ. അപ്പൊ നല്ല മഴയായില്ലോ. അപ്പൊ അമ്മ പറഞ്ഞു എന്തായാലും കുറച്ച് ഉപ്പേരിക്ക് അരിഞ്ഞു വെച്ച് പോവാടി. അപ്പൊ നിനക്ക് 2 ദിവസത്തേക്ക് ഉപ്പേരി വെക്കാനായിട്ട് എളുപ്പമായില്ലേ, നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ച് പോവാന്ന്. ഞങ്ങൾ രണ്ടുപേരും പണ്ടേ തൊട്ട് വിരലും മരിയണ ആൾക്കാരാണ് കേട്ടാ. അപ്പൊ പുതിയ കട്ടിംഗ് ബോർഡ് കണ്ടപ്പോ അമ്മ പറഞ്ഞാ നമുക്ക് ഇന്ന് കട്ടിംഗ് ബോർഡ് മരിയാടിന്ന്. ആദ്യത്തെ ഒരു പരിചയക്കേടാ ഞങ്ങൾക്ക് ഉണ്ടായുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അതുമ്മ തന്നെ ഇരുന്ന് അരിഞ്ഞു. അടിപൊളി കട്ടിംഗ് ബോർഡാട്ടാ. കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴേ കുറെ പേര് ചോദിച്ചു ഇതിന്റെ ഡീറ്റെയിൽസ്. ഇത് ടീക്ക് വുഡിന്റെ ഒറ്റ തടിയില് ഇപ്പൊ ജോയിന്റ് ഒന്നും ഇല്ലാതെ ഒട്ടിച്ചെടുക്കാതെ ഒറ്റ തടിയിൽ ഉണ്ടാക്കിയേക്കണ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇത് വാങ്ങുമ്പോ ഇതിന്റെ ഒപ്പം തന്നെ ഇത് വെക്കാനുള്ള സ്റ്റാൻഡും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കിച്ചണിൽ വെക്കുമ്പോഴേ ഭയങ്കര ലുക്കും കൂടി തരും കേട്ടോ. ഉപയോഗം മാത്രല്ല ഭംഗിയും കൂടി ഉണ്ട് ഇതിന്. പിന്നെ ഇത് പോളിഷ് അല്ല ചെയ്യാ, ഇതും ഒരു ഓയിൽ പരട്ടാ ചെയ്യാ. അതും അവര് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഈ കട്ടിംഗ് ബോർഡ് ഇഷ്ടമായെന്ന് വെച്ചാലേ പെരിയാൻസ് വുഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ കയറി ഒന്ന് നോക്കി നോക്കിക്കോളൂ കേട്ടാ. വേണമെങ്കിൽ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാട്ടാ. അടിപൊളി സാധനമാണ് കേട്ടാ. എന്റെ പ്രശാന്ത് ഏട്ടന് മരം ഒരു വീക്ക്നെസ് ആണെന്നറിയാലോ, അതും ടീക്ക് വുഡ്. ഇത് വന്നപ്പോ പ്രശാന്ത് ഏട്ടനാണ് കേട്ടോ എന്നെക്കാളും ഹാപ്പി ആയത്. ദാ ഇതാണ് കേട്ടോ അതിന്റെ സ്റ്റാൻഡ്. വുഡൻ സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ അതിന് പ്രൊവൈഡ് ചെയ്തേക്കണത്. നമ്മുടെ കിച്ചന്റെ സൈഡിൽ ഈ ഒരു സംഭവം വെക്കുമ്പോ തന്നെ അടിപൊളി ലുക്കാല്ലേ. എന്റെ കിച്ചന്റെ കൗണ്ടറിലെ അധികം സാധനങ്ങളൊന്നും ഇങ്ങനെ ഡെക്കോർ ഐറ്റംസ് പോലെ കൊണ്ടുവയ്ക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളല്ലാണ്ട് ഒന്നും ഞാൻ വെക്കാറില്ല. പക്ഷെ ഇത് വെച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഉപ്പേരി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് തന്നിട്ട് അമ്മ പോയി കേട്ടാ. ഇനി എനിക്ക് കുറച്ച് പണികളുണ്ട് കേട്ടാ. മെയിൻ ആയിട്ടുള്ള പണി എന്താന്ന് വെച്ചാൽ നമ്മുടെ അക്കോറിയത്തിലെ ചെടികളൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് വളർന്നു. നീണ്ട് 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 അക്കോറിയത്തിന് പുറത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ആക്കണം. പിന്നെ വെള്ളം മാറ്റിയിട്ട് നല്ല വെള്ളം നിറയ്ക്കണം. നമ്മുടെ മീൻകുട്ടന്മാരെ അടിപൊളിയായിട്ട് നോക്കണ്ടേ. അപ്പൊ നമുക്ക് അത് ചെയ്യാട്ടാ. അപ്പൊ ഞാൻ എന്റെ അക്കോറിയത്തിന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ നിറച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് ഈ അക്കോറിയം ഇവിടെ സ്ഥാപിക്കണ സമയത്തെ എല്ലാവരും പറഞ്ഞു ഇത് വലിയൊരു ബുദ്ധിമുട്ടാവും ഹരിത പിന്നീട് എന്ന്. പക്ഷെ എന്റെ ഒരു നിർബന്ധത്തിൽ ഞാൻ ചെയ്ത സാധനം അത്. പക്ഷെ എനിക്ക് ഇപ്പോഴും അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ അക്കോറിയം. ഞാൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാ കൊണ്ടുപോണേ. എനിക്ക് ഇതൊന്നും വലിയ പണിയായിട്ട് തോന്നാറില്ല കേട്ടാ.